നമ്മൾ ഇപ്പോൾ ഉള്ളത് സിംഗപ്പൂർ എയർപോർട്ടിലുള്ള ഒരു റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു കോഫി മെഷീൻ്റെ മുന്നിലാണ്. പിന്നെ ഞാൻ ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതിയൊന്നും പഠിക്കാത്തത്, പോളിടെക്നിക് ഒന്നും പഠിക്കാത്തത് കൊണ്ട് എനിക്കിതെന്താ സംഭവം അത്ര പിടുത്തല്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റോബോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഈ ഓർഡർ ഹിയർ എന്നൊരു ഓപ്ഷനൊക്കെ കാണുന്നില്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണം നമുക്ക് എന്ത് ടൈപ്പ് കോഫിയാണ് വേണ്ടത്. അപ്പം ഡിബിൻ സെലക്ട് ചെയ്തത് ഫ്ലാറ്റ് വൈറ്റ് ആണ്. അപ്പോൾ അവൻ ഓപ്ഷൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാ ഫ്ലാറ്റ് വൈറ്റ് കണ്ടു. അപ്പോൾ ഫ്ലാറ്റ് വൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ഓപ്ഷൻസ് വന്ന് എന്ത് ടൈപ്പ് മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഫുൾ ക്രീം മിൽക്ക് സെലക്ട് ചെയ്തു. പിന്നെ ഷുഗർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ഓപ്ഷൻസ് കണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഷുഗർ ആയിരിക്കും വെച്ചിട്ട് 2 കൊടുത്തു കഴിഞ്ഞപ്പം ടോട്ടൽ ചാർജ് കൂടി. അപ്പോൾ പിന്നെ മനസ്സിലായി നമ്മളെ പൊട്ടത്തര. അപ്പോൾ നമ്മൾ വേഗം ചേഞ്ച് ചെയ്ത് 1 തന്നെ ആക്കി, ഒന്ന് തന്നെ ആക്കി. അപ്പോൾ ക്വാണ്ടിറ്റി ഒറ്റ കോഫി ആക്കി ചെക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വരും. അപ്പം കൺഫേം ചെയ്യാണ് എന്തൊക്കെയാണോ ഓർഡേഴ്സ് ഉള്ളത്. എന്നിട്ട് നമ്മൾ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. ഒരു പൈസ എടുത്തോളൂ. അപ്പോൾ പൈസ പോയി. സിംഗപ്പൂർ ഡോളേഴ്സ് $5.50 ആണ്. അത് കഴിഞ്ഞിട്ട് അതൊരു QR കോഡ് നമുക്ക് തരും. അതും വെച്ചിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് കാണാം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റോബോട്ട് എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് കോഫിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോയിട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ആ പ്രോസസ്സ്. മീൻസ് ആ മിൽക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ കാണാം ബ്രൂയിങ് എന്ന്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് നേരം എടുക്കുന്നുണ്ടേ. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോ ഒക്കെ കാണാം ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ നിന്ന്. മിൽക്ക് ആഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമ്മൾ. നമുക്ക് കാണാമല്ലോ മിൽക്ക് ഇങ്ങനെ ഇതാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, മിൽക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ അതിങ്ങോട്ട് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ഈ QR കോഡ് ആ മെഷീൻ്റെ മുകളിൽ കാണിച്ചാൽ മാത്രമേ ഈ കോഫി റിലീസാവുള്ളൂ. അപ്പം ആ QR കോഡ് ആ സൈഡിൽ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ മെഷീന് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കോഫി എടുക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് നല്ല കോഫിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ആണ്. നല്ല കോഫി, അടിപൊളി.